മറ്റൊന്ന്, ഈ ടാറിന് പിന്നാലെ സിമന്റിനും വില വർദ്ധിച്ചതോടെ നിർമ്മാണ മേഖല സ്തംഭിക്കുന്നു. റോഡ് പണിയും കെട്ടിട നിർമ്മാണങ്ങളും നിലച്ചു. പ്രതിസന്ധിയിലെന്ന് കരാറുകാർ പറയുന്നു. സിമന്റ് ചാക്കിന് 30 രൂപയാണ് വർദ്ധിച്ചത്. ടാറിന് 50% വില വർദ്ധിച്ചു. AK അഭിലാഷ് ചേരുന്നുണ്ട്. അഭിലാഷ്, നിർമ്മാണ മേഖലയിലും ഉണ്ടല്ലോ അല്ലെ പ്രതിസന്ധി? വിലക്കയറ്റം എങ്ങനെ ബാധിക്കുന്നു? തീർച്ചയായിട്ടും നിർമ്മാണ മേഖലയിലെ പ്രതിസന്ധി രണ്ട് നിലയിലാണ് ബാധിക്കുന്നത് എന്നുള്ളതാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിൽ ഒന്ന് ഈ തൊഴിലാളി ക്ഷാമമാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അതിഥി തൊഴിലാളികൾ നാട്ടിലേക്ക് മടങ്ങിയിരുന്നു. അപ്പോൾ നാട്ടിലേക്ക് പോയ അതിഥി തൊഴിലാളികൾ തിരികെ വരണമെങ്കിൽ അവർ കൂടുതൽ പണം ചോദിക്കും. നേരത്തെ 800 രൂപയൊക്കെ ആയിരുന്നു അവരുടെ വേതനമെങ്കിൽ ഇപ്പോൾ 1200 1500 രൂപ കൂടി അവർ ചോദിക്കുന്നു. അതോടൊപ്പം തന്നെ നാട്ടിലേക്ക് തിരികെ വരാനുള്ള ടിക്കറ്റ് നിരക്കടക്കം അവർ ചോദിച്ചുകൊണ്ടാണ് ഇപ്പോൾ അവർ മടങ്ങി വരാതിരിക്കുന്നതെന്നാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്ന അസംസ്കൃത വസ്തുക്കളുടെ വിലയിലുണ്ടായിരിക്കുന്ന വർധനമാണ്. ടാറിന് നമുക്കറിയാം നേരത്തെ 50% വില വർദ്ധിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ സിമന്റിന് 30 രൂപയാണ് ഓരോ ചാക്കിനും വർദ്ധിച്ചിരിക്കുന്നത്. ഇന്നലെയൊക്കെ ഇറക്കിയിരിക്കുന്ന സിമന്റിന് ഇത്തരത്തിൽ 30 രൂപ കൂടുതൽ നൽകിയാണ് കരാറുകാരൊക്കെ ഇറക്കിയിരിക്കുന്നത്. ഇതോടുകൂടി തന്നെ അടിസ്ഥാന മേഖലയിലെ വികസനവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പ്രവൃത്തികളൊക്കെ നിലയ്ക്കുന്ന സ്ഥിതിയിലേക്കാണ്. കാരണം കരാറുകാർക്ക് ഈ പണം എവിടെ നിന്ന് വസൂലാക്കാൻ കഴിയും എന്നടക്കമുള്ള ഒരു ചോദ്യം കരാറുകാരും വലിയ പ്രതിസന്ധി അനുഭവിക്കുന്നു. നിർമ്മാണ മേഖലയും ഈ വിലക്കയറ്റം എങ്ങനെ ബാധിച്ചു എന്നാണ് AK അഭിലാഷ് വിശദീകരിച്ചത്.